ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെക്കുറിച്ച് ഹരിതമോൾ ഒപ്പിട്ട് എന്നൊരു വിശ്വാസപത്രം ഞാൻ മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിക്കുക. കാര്യം നിന്നെപ്പോലെ ഒരു മരുമകനെ അംഗീകരിക്കാൻ പാടാണെങ്കിലും എന്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അറിയാലോ. മനോജ്, ഞാനിപ്പോ വന്നത് നിന്നോടൊരു ബിസിനസിന്റെ കാര്യം സംസാരിക്കാനാ. വാ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. വേണ്ട, അച്ഛനും മനോജും ഇവിടെ ഇരുന്ന് സംസാരിച്ചോ, ഞാൻ മാറിത്തരാം. ഒരു ബിസിനസിന്റെ പ്രോജക്റ്റ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അതില് ഒരു വലിയ തുക നീ മനോജ് മുതൽ മുടക്കേണ്ടി വരും. കുറുപ്പച്ചൻ എന്തായി പറയുന്നത്? എന്റെ കയ്യിൽ പണമില്ല. കുറുപ്പച്ചന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല ഞാൻ നിൽക്കുന്നത്. അതെ, പണത്തിന്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. പ്രകാശന്റെ പുതിയ വീട് പണയം വെച്ച് നമുക്ക് പണം ഉണ്ടാക്കാം. ഞെട്ടി 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 വാ വാ. അതിനുള്ള രാഷ്ട്രീയക്കാരന്റെ കളിയൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. അതിനു വേണ്ട കളി കളിക്കുമ്പോ എന്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, എന്റെ മരുമകനായ നിനക്ക് കൂടി അവകാശപ്പെട്ട പണം നിന്നെ ചതിച്ചുകൊണ്ട് അവൻ പ്രകാശൻ നേടിയെടുത്തു. മറ്റൊന്ന്, എന്റെ മകൾ ഹരിതയെ അവൻ വെല്ലുവിളിച്ചു. എന്താടാ, ശരിയല്ലേ? ശരിയാ ശരിയാ. ഇക്കാര്യത്തിൽ എനിക്ക് പ്രകാശേട്ടനോട് കടുത്ത അമർഷമുണ്ട്. പ്രകാശന് അർഹിക്കുന്ന തിരിച്ചടി കൊടുക്കാനാണ് ഞാനൊരു കളി കളിച്ചത്. ഇപ്പോ എന്നെ തകർക്കാനുള്ള ഒരു കരുനീക്കം കൂടി നടക്കുന്നുണ്ട്. എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി വന്ദനയെ കൊണ്ട് പ്രകാശൻ ചെയ്യിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. പരാതി കൊടുപ്പിച്ചതിന് പിന്നിലും പ്രകാശേട്ടന്റെ കൈ ഉണ്ടെന്നതിൽ ഒരു സംശയവും വേണ്ട. എനിക്കെതിരെ കളിച്ച പ്രകാശനെ ഒതുക്കാൻ തുറുപ്പ് ചീട്ടുകൾ പലതും ഇറക്കി കളിക്കും ഞാൻ. ഇനി ഒരു ദിവസം പോലും പ്രകാശനും വന്ദനയ്ക്ക് ഉണ്ടാവില്ല. കുറുപ്പ് അതിന് സമ്മതിക്കില്ല.